ഇപ്പം ഇന്ത്യയിൽ കൊറിയയുടെ ഫാൻസ് അല്ലാതെ എന്താ ഉള്ളത്? എല്ലാവരും കൊറിയൻ ഫാൻസാണ്. കൊറിയൻ മ്യൂസിക്, കൊറിയൻ ഡ്രാമ, കെ പോപ്പ്, കൊറിയ അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു ട്രെൻഡിങ് സാധനം. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ റോബോട്ട്സ് കാണാറുണ്ട്, സെൽഫ് ഡ്രൈവിംഗ് കാറുണ്ട്, ടെസ്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI, ഇത്തരത്തിലുള്ള കുറേ വാക്കുകളൊക്കെ പറയുമ്പോഴും ഇതെല്ലാം വരണമെങ്കിലും അൺഡൗട്ടഡ്ലി ദർ ഇസ് എ AI ബൂം ഭയങ്കരമാണ്. ഈ AI ബൂമിൽ ഏറ്റവും കൂടുതൽ പ്രോസ്പെക്റ്റ് ഉണ്ടാക്കുന്ന ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചൈന എന്ന് തോന്നുമെങ്കിലും, പക്ഷേ ഏറ്റവും കൂടുതൽ AI ബൂമിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉൾപ്പെടെ ഭയങ്കരമായ ലാഭം, ഭയങ്കരമായ പ്രോസ്പെക്റ്റ് ഉണ്ടാക്കുന്ന രാജ്യം കൊറിയ തന്നെയാണ്. സൗത്ത് കൊറിയ ഭയങ്കരമായത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്പെക്കുലേഷൻ നടക്കുകയാണ് സൗത്ത് കൊറിയയുടെ സ്റ്റോക്സിന് വേണ്ടി. എത്ര കാലം നിൽക്കുന്നറിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സൗത്ത് കൊറിയ ഈ ഒരു AI ബൂമിനെ ലീഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ശരിക്കും ഇപ്പോൾ AI ഗോൾഡ് റഷ് എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടത്തെ ഈ ഗോൾഡ് റഷ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഗോൾഡിന് അന്വേഷിച്ച് നടക്കും, അതാണല്ലോ ഗോൾഡ് റഷ്. ഇന്ന് ശരിക്കും ഒരു AI റഷാണ്. അതിൽ സൗത്ത് കൊറിയ ലീഡ് ചെയ്യാനുള്ള പ്രധാന കാര്യം, നമ്മളിനി ഏതൊക്കെ കമ്പനി, OpenAI തൊട്ട് ഗൂഗിൾ, ആമസോൺ, ടെസ്ല, എത്ര കമ്പനികൾ പറഞ്ഞാലും AI വേണമെങ്കിൽ ഡെഫിനറ്റ്ലി കമ്പ്യൂട്ടർ ചിപ്സ് വേണം, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി വേണം. ഇതിൽ ഭയങ്കരമായ, പ്രത്യേകിച്ചിട്ട് ഈ കമ്പ്യൂട്ടർ ചിപ്സ്, മെമ്മറി ചിപ്സ്, ഇതിൻ്റെ ഉള്ള പ്രൊഡക്ഷനിലെല്ലാം സൗത്ത് കൊറിയ ഭയങ്കരമായിട്ട് ലീഡ് ചെയ്യുന്നത് മാത്രമല്ല, അതാണ് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി സാംസങ്ങിൻ്റെ കോൺട്രിബ്യൂഷൻ, SK ഹിനിക്സ് എന്ന് പറയുന്ന ഇവരുടെ കോൺട്രിബ്യൂഷൻ, ഇവരുടെ ഒരു പ്രൊഡക്ഷൻ തന്നെയാണ്. അപ്പോൾ സൗത്ത് കൊറിയ നോക്കുമ്പോൾ ഒരുപാട് ഫാക്ടറികൾ വരുന്നു, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഭയങ്കരമായി ഗ്രോ ചെയ്യുന്നു, ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു. അങ്ങനെ ഒരു ബൂം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഈ ഒരു എപ്പോഴും അങ്ങനെയാണല്ലോ, ലോകത്ത് വലിയൊരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആ ഡിമാൻഡിന് ഫീഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻഡസ്ട്രി കൂടുതൽ ഫോക്കസ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യും. അത് തന്നെയാണ് അവർ സൗത്ത് കൊറിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. AI ഇൻഡസ്ട്രിയുടെ ഫീഡറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ശരിക്കും ഒരു AI ബൂം എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു AI ബബിൾ ആവാം. സൗത്ത് കൊറിയയ്ക്ക് വളരെ മോശമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഇൻസ്റ്റൻസും ഉണ്ടായിട്ടുണ്ട്. പണ്ട് ദ മിറാക്കിൾ ഓൺ ദ ഹാൻ റിവർ എന്ന് പറഞ്ഞ് ദ ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ്, പണ്ട് ഭയങ്കരമായ ഗ്രോത്ത് ഉണ്ടായിരുന്നു സൗത്ത് കൊറിയയിൽ. ഒരുപാട് കമ്പനീസ് ഗ്രോ ചെയ്തു. സാംസങ്, LG, ഹ്യുണ്ടായി, ഡേവു, അങ്ങനെ വലിയ വലിയ ബ്രാൻഡുകൾ വന്നു. ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നു. ബാങ്കുകൾ റിസ്കി ലോണുകൾ കൊടുത്തു തുടങ്ങി. ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് വന്നു. അങ്ങനെ ആകെപ്പാടെ ഭയങ്കര ഒരു ഗ്രോത്ത് വന്നു. പെട്ടെന്ന് തായ്ലൻഡിന് ഒരു പ്രശ്നം വന്നു, തായ്ലൻഡിൻ്റെ കറൻസിക്ക് പ്രോബ്ലം വന്നു. അപ്പോൾ സിമിലർ ആയിട്ടുള്ള രാജ്യങ്ങൾ നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ സൗത്ത് കൊറിയ ഉണ്ടായിരുന്നു. അങ്ങനെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എല്ലാം പൈസ പിൻവലിച്ചുകൊണ്ട് പോയി. പെട്ടെന്ന് ഒരു വലിയൊരു ബബിള് പോലെ ഉണ്ടായിരുന്ന ഒരു ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. അതിൻ്റെ ഒരു വലിയ പ്രശ്നം സൗത്ത് കൊറിയ പണ്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. സോ സൗത്ത് കൊറിയയ്ക്ക് നന്നായി അറിയാം ഒരു ബബിൾ, അന്ന് വലിയൊരു ഡെവലപ്മെൻറ്റൽ ബബിൾ ഉണ്ടായിരുന്നു. ഇന്ന് AI ബബിൾ ഉണ്ടായി വരുമ്പോൾ എത്ര കാലം ഇതൊക്കെ നിൽക്കും എന്നുള്ളതും സൗത്ത് കൊറിയയ്ക്ക് വളരെയധികം ഒരു പോസിറ്റീവ്ലി ചിന്തിക്കേണ്ട, ഒരു ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട ഒരു ആസ്പെക്ട് തന്നെയാണത്. സൗത്ത് കൊറിയ AI ബൂം ലീഡ് ചെയ്യുമ്പോഴും സൗത്ത് കൊറിയയുടെ പ്രധാന കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് തായ്വാനാണ്. തായ്വാനും ഈക്വലി മെമ്മറി ചിപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് കാറ്റഗറൈസേഷൻ കൊണ്ടുവരാം. തായ്വാൻ ആക്ച്വലി കൂടുതലും അഡ്വാൻസ്ഡ് മെമ്മറി ചിപ്സ് ആണ് കൂടുതലും ചെയ്യുന്നത്. സൗത്ത് കൊറിയയുടെ കൂടുതലും കമ്പ്യൂട്ടർ ചിപ്സ് എന്ന് പറയുമ്പോൾ ഹൈ ബാൻഡ് വിത്ത് മെമ്മറി, HBM ആണ് കൂടുതലും അവർ ചെയ്യുന്നത്. കാരണം വലിയ AI സെർവേഴ്സിനൊക്കെ കൂടുതലും HBM കാറ്റഗറിയാണ് വേണ്ടത്, ആ ഡേറ്റ ലോഡ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ അതുകൊണ്ട് സൗത്ത് കൊറിയയുടെ വലിയൊരു ആസ്പെക്റ്റ് അവിടെ തന്നെയുണ്ട്. ഇനി അടുത്തത് സൗത്ത് കൊറിയൻ ഗവൺമെൻറ് ഇപ്പോൾ ഒരു AI ബൂം ഉണ്ടാക്കുന്നുണ്ട്. ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ മെമ്മറി ചിപ്സിലും ലീഡ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ സൗത്ത് കൊറിയ കൂടുതൽ ഒരു AI സൂപ്പർ സ്റ്റാർ, AI സൂപ്പർ പവർ ആവാനുള്ളൊരു ശ്രമമാണ്. കാരണം ഒരു AI എക്കോസിസ്റ്റം തന്നെ അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു AIയുടെ ഒരു സപ്പോർട്ടിങ് ഫീഡർ ഇൻഡസ്ട്രി ആയിട്ടല്ല, വലിയ AI ലാബുകൾ,
AI ഡേറ്റാ സെൻറ്ററുകൾ, അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാകാൻ AI കംപ്ലീറ്റ് കാര്യങ്ങളും സൗത്ത് കൊറിയയിൽ നിന്ന് പോകുന്ന രീതിയിലുള്ള ഒരു പവറിംഗ് ആണ് ഈവൻ അവിടുത്തെ ഗവൺമെൻറ് പോലും ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മറ്റു കാര്യത്തിനെക്കാട്ടും കൂടുതൽ ഒരു AI സൂപ്പർ പവറായി മാറാനാണ് സൗത്ത് കൊറിയയുടെ പ്രധാനമായിട്ടുള്ള ഒരു ശ്രമം. തായ്വാനെ പോലെ തന്നെ ലോകത്തെ പല രാജ്യങ്ങൾ, സൗത്ത് കൊറിയ വലിയൊരു AI സൂപ്പർ സ്റ്റാർ ആവുന്നതോടൊപ്പം തന്നെ അമേരിക്ക, ചൈന, ജപ്പാൻ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾ വളരെ ഹെവി ആയിട്ട് തന്നെ ഈ ഇൻഡസ്ട്രിയിൽ ഈ ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും മാസീവ് ഇൻവെസ്റ്റർ സ്റ്റോക്ക് സ്പെക്കുലേഷനാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റോക്ക് സൗത്ത് കൊറിയയുടെ സാധാരണ ഒരു 100 രൂപ ഇട്ട് 1000 രൂപ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രി ഇത്ര മടങ്ങ് വളർന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഇപ്പോൾ AI ഇൻഡസ്ട്രി വളരുന്നുണ്ട്. ലോകത്തെ പല വലിയ കമ്പനീസും, പണ്ട് അന്നത്തെ മിറാക്കിൾ ഓൺ ദ ഹാൻഡ് റിവർ പോലെ തന്നെ പല കമ്പനീസും വന്ന് സൗത്ത് കൊറിയയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഈ AI ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്താൽ കൊള്ളാം. അല്ലെങ്കിൽ പഴയ ഒരു .com ബബിൾ, ഇൻ്റർനെറ്റിൻ്റെ ഒരു .com ബബിളോ അല്ലെങ്കിൽ ഒരു ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് പോലത്തെ ഒരു ക്രൈസിസ് വന്നാൽ എന്താകും അവസ്ഥ എന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.